എന്നോട് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല. എന്റെ അശോകവനത്തിലെ സീതയിൽ തനിക്ക് ഹനുമാനായിട്ട് അഭിനയിക്കാൻ പറ്റൂ? പറ്റും, പക്ഷെ എനിക്ക് വാലില്ലല്ലോ. അത് സാരില്ല, ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? ശരീരപ്രകൃതി, പ്രധാനമായിട്ടും ഫേസ്, അത് വളരെ കറക്റ്റാണ്. താങ്ക് യു. അപ്പൊ എപ്പോഴാണ് ഷൂട്ടിംഗ്? ഷൂട്ടിംഗ് എപ്പോഴെങ്കിലും ആവട്ടെ. താൻ ഹനുമാനായിട്ടൊന്ന് അഭിനയിച്ച് കാണിക്കേ. ഇവിടെ ഒരു സാധനം. ഇതാണ് ഹനുമാന്റെ ഗദ. ഗദ എന്തിയ ഹനുമാൻ നടന്നു വരികയാണ്. എന്താ വരവ്. അപ്പൊ ചെറിയൊരു പ്രശ്നം. എന്ത്? തിരക്കഥയില്ല. തിരക്കഥ ഞാൻ എഴുതാം. തനിക്ക് തിരക്കഥ എഴുതാനും അറിയോ? കൊള്ളാം. എന്റെ അച്ഛനൊരു തിരക്കഥാകൃത്താണ്. അമ്മയോ? എഴുതും. ബ്രദേഴ്സോ? എല്ലാരും എഴുതും. സിസ്റ്റേഴ്സോ? അവരും എഴുതും. സർവൻസോ? ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും തിരക്കഥ എഴുതാത്ത ഒരാളുമില്ല. ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ തിരക്കഥ, പകല് ഞങ്ങൾ ഈ തിരക്കഥകളൊക്കെ എടുത്ത് കൊട്ടയിലാക്കി തലച്ചുമടായി കൊണ്ടു നടന്ന് വിൽക്കും. തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ. അങ്ങനെ ഒരു ദിവസം കോരപ്പുഴ പാലത്തിന്റെ അടുത്ത് വെച്ച് എന്റെ കൊട്ടയിലുള്ള 5-6 തിരക്കഥകൾ പ്രിയദർശൻ വാങ്ങിച്ചോണ്ട് പോയി. പ്രിയദർശനോ? അപ്പൊ താൻ പ്രിയദർശന്റെ തിരക്കഥാകൃത്താണല്ലേ? അതെ. എന്താടാ കളിക്ക? ഇനിയും താൻ പ്രിയദർശന് തിരക്കഥ എഴുതി കൊടുക്കും? അങ്ങനെ കൊടുത്തതിന്റെ ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കും. അതിനു മുമ്പ് തന്റെ കണ്ണ് ഞാൻ തുറന്നെടുക്കും. ഞാൻ എന്റെ തിരക്കഥകൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോടോ. തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യ?